രണ്ട് പാരമ്പര്യങ്ങളിലെയും വിഭൂതി ദിനങ്ങൾ തമ്മിൽ ആകെ 2 ദിവസത്തെ ഗ്യാപ്പല്ലേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ നോമ്പുകളിലൊന്ന് 40ഉം ഒന്ന് 50ഉമായി. നമസ്കാരം. നമുക്കറിയാം, ഈസ്റ്റർ ആഘോഷത്തിന് ഒരുക്കമായി നടത്തപ്പെടുന്ന നോമ്പ് പൗരസ്ത്യ സഭകളിൽ 50 ദിവസവും ലത്തീൻ സഭയിൽ 40 ദിവസവുമായിട്ടാണ് ആചരിക്കപ്പെടുന്നത്. വിഭൂതി ബുധനിൽ തുടങ്ങി 40 ദിവസങ്ങളാണ് ലത്തീൻ സഭയിൽ നോമ്പ് ആചരിക്കുന്നതെങ്കിൽ പൗരസ്ത്യ സഭകളിൽ നോമ്പ് ആരംഭിക്കുന്നത് തിങ്കളാഴ്ച ദിവസമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, രണ്ട് പാരമ്പര്യങ്ങളിലെയും വിഭൂതി ദിനങ്ങൾ തമ്മിൽ ആകെ 2 ദിവസത്തെ ഗ്യാപ്പല്ലേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ നോമ്പുകളിലൊന്ന് 40ഉം ഒന്ന് 50ഉമായി. നമുക്ക് ജോർജ് അച്ഛനെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്കാം. ഹലോ ഹലോ, ജോർജ് അച്ഛാ, കേൾക്കാവോ? കേൾക്കാമല്ലോ, പറഞ്ഞോളൂ. അച്ഛൻ, ഞാൻ MJ TV ടോബിനാണേ. ഓക്കെ, ടോബിൻ. അച്ഛാ, നമ്മള് പൗരസ്ത്യ സഭകളിൽ 50 നോമ്പും ലാറ്റിൻ സഭകളിൽ 40 നോമ്പൊന്നും അല്ലേ പൊതുവെ പറയുന്നേ. ഓക്കെ. പക്ഷെ ഞങ്ങളൊന്ന് ആലോചിച്ചപ്പോ ഒരു കണക്ക് ഞങ്ങൾക്ക് ശരിയാകാതെ വന്നു. അതായത് നമ്മള് 2 ദിവസത്തെ ഡിഫറൻസേ ഉള്ളൂ ഈ രണ്ട് സഭകൾ തമ്മിലുള്ള വിഭൂതി ദിവസം. അതായത് തിങ്കളാഴ്ച ആണെങ്കിൽ മറ്റത് 2 ദിവസം കഴിഞ്ഞ് ബുധനാഴ്ച. അപ്പം 50 നോമ്പെന്ന് 40 നോമ്പെന്ന് പറയുമ്പോൾ ഒരു 10 ദിവസത്തെ ഡിഫറൻസ് കാണുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ 2 ദിവസത്തെ ഡിഫറൻസ് അല്ലേ നോമ്പുകൾ തമ്മിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പം അത് ഞങ്ങൾക്ക് അങ്ങോട്ട് ഒരു ക്ലാരിഫിക്കേഷൻ വന്നില്ല. അപ്പൊ അത് ചോദിക്കാൻ വേണ്ടി അച്ഛനെ വിളിച്ചത്. ഓക്കെ മോനെ, നമ്മുടെ പൗരസ്ത്യ സഭകളിലും പാശ്ചാത്യ സഭകളിലും ഒക്കെ നോമ്പ് ആചരിക്കുന്ന, വലിയ നോമ്പ് എന്നറിയപ്പെടുന്ന നോമ്പ് ആചരിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തേത്, ഈശോയുടെ 40 ദിവസത്തെ ഉപവാസത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള ഒരു നോമ്പാണിത്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, ഈശോയുടെ പീഠാനുഭവത്തെ, മരണത്തെയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് ഈശോയുടെ ഉയർപ്പ് തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെതായ ഉപവാസ ദിവസങ്ങളുമുണ്ട്. അപ്പൊ ഈ 2 ഉപവാസ ദിവസങ്ങളും എല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ 50 നോമ്പ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് പാശ്ചാത്യ സഭയിലായാലും പൗരസ്ത്യ സഭയിലായാലും 40 ദിവസത്തെ നോമ്പ് അനുഷ്ഠാനവും പിന്നീട് ഈശോയുടെ ഉയർപ്പിന് ഒരുക്കമായുള്ള നോമ്പ് അനുഷ്ഠാനവുമാണ് ഉള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് 50 നോമ്പ് എന്ന് പറയുന്നത്? ഈ 40 ദിവസത്തെ ഈശോയുടെ ഉപവാസത്തെ അനുസ്മരിച്ചുള്ള നോമ്പും പിന്നെ കർത്താവിന്റെ പീഡാനുഭവ മരണ സംസ്കാര രഹസ്യങ്ങളും ഉയർപ്പിന്റെ ആഘോഷം ഒരുക്കുമായുള്ള നോമ്പും കൂടെ ചേർത്താണ് ഈ 50 ദിവസങ്ങൾ. അതായത് 7 ആഴ്ചകളാണ് വലിയ നോമ്പ് കാലത്തിനുള്ളത്. 7 ആഴ്ചകൾ എന്ന് പറയുമ്പോൾ 49 ദിവസങ്ങൾ, 50 ദിവസങ്ങൾ ഉയർപ്പ് തിരുനാളും കൂടെ കൂട്ടി 50 ദിവസങ്ങൾ. അങ്ങനെയാണ് 50 നോമ്പ് എന്ന പേര് നമ്മുടെ മാർത്തോമ നസ്രാണികളുടെ ഇടയിൽ കേരള സഭയിൽ വന്നത്. ഇനി ഈ നോമ്പിന്റെ ദിവസങ്ങൾ ആരംഭിക്കുന്നത് വ്യത്യാസമുണ്ട് പൗരസ്ത്യ സഭകളിലും പാശ്ചാത്യ സഭയായ ലത്തീൻ സഭയിലും. നമ്മുടെ സീറോ മലബാർ സഭ ഉൾപ്പെടുന്ന പൗരസ്ത്യ സഭകളിൽ വലിയ നോമ്പ് ആരംഭിക്കുന്നത് വലിയ നോമ്പ് കാലത്തിന്റെ ഞായറാഴ്ച വൈകുന്നേരത്തെ റംശ പ്രാർത്ഥനയോടുകൂടിയാണ്. അതായത് ഈ ഒരു ആഴ്ചയാണ് പേതൃത്വ ഞായറാഴ്ച വൈകുന്നേരമാണ് നമ്മള് നോമ്പ് ആരംഭിക്കുന്നത്. നമ്മൾ ഒരു ദിവസം ആരാധന വത്സരം അനുസരിച്ച് ഒരു ദിവസം ആരംഭിക്കുന്നത് വൈകുന്നേരം മുതലാണ്. വൈകുന്നേരം റംഷായോട് കൂടി ദിവസം ആരംഭിക്കുകയാണ്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഒരു ദിവസത്തെ ബൈബിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. സന്ധ്യയായി ഉഷസായി 1-ാം ദിവസം, സന്ധ്യ മുതലാണ് ഒരു ദിവസത്തെ ആരാധന വത്സരം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞായറാഴ്ച സന്ധ്യ അല്ലെങ്കിൽ റംഷായോടുകൂടി നോമ്പ് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തിങ്കളാഴ്ച മുതൽ നോമ്പ് ആരംഭിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഞായറാഴ്ച സായാഹ്നം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയുടെ ആദ്യ മണിക്കൂറുകളാണല്ലോ ആരാധന വത്സരത്തിലെ ദിവസം അനുസരിച്ച്. അപ്പൊ അങ്ങനെ പൗരസ്ത്യ സഭകളിൽ പറഞ്ഞ പോലെ തിങ്കളാഴ്ച നോമ്പ് ആരംഭിക്കുന്നു. അതേസമയം പാശ്ചാത്യ സഭയിൽ, ലത്തീൻ സഭയിൽ ബുധനാഴ്ചയാണ് നോമ്പ് ആരംഭിക്കുന്നത്. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ 40 ദിവസത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ 2 സഭകളിലും വ്യത്യസ്തമായ രീതിയിലാണ്. ഇപ്പോ ഞാൻ പറഞ്ഞു 7 ആഴ്ചകളാണ് വലിയ നോമ്പിനുള്ളത്. അപ്പൊ ആകെ 49 ദിവസങ്ങൾ, അല്ലെങ്കിൽ ഞായറാഴ്ച ഈസ്റ്ററും കൂടെ കൂടി 50 ദിവസങ്ങൾ. അതിൽ പൗരസ്ത്യ സഭകളിൽ വലിയ ആഴ്ചയുടെ നോമ്പെന്ന് പറഞ്ഞാൽ അത് കർത്താവിന്റെ പീഠാനുഭവ മരണ സംസ്കാര രഹസ്യങ്ങൾക്ക് ഒരുക്കമായുള്ള നോമ്പിന്റെ ദിവസങ്ങളാണ്. അപ്പൊ ഈശോയുടെ 40 ദിവസത്തെ ഉപവാസമായിട്ട് ബന്ധപ്പെടുത്താതെയുള്ള മറ്റൊരു സ്പെഷ്യൽ ഉപവാസത്തിന്റെ ദിവസങ്ങളാണ് ആ 7 ദിവസം. അപ്പൊ ഈ 50 നിന്ന് 7 കുറഞ്ഞു. ബാക്കി എത്ര ദിവസങ്ങളുണ്ട്? ബാക്കി 43 ദിവസം. 43. 7 49 ദിവസങ്ങളിൽ നിന്നും 7 കുറഞ്ഞ 42 ദിവസങ്ങളാണ്. 50 ദിവസം എന്നാൽ ഈസ്റ്റർ ആണല്ലോ. ഓക്കെ. അങ്ങനെ ആ 42 ദിവസങ്ങളിൽ നിന്നും പിന്നെ 2 ദിവസങ്ങൾ കുറയും. ആ 2 ദിവസങ്ങൾ ഏതാന്ന് വെച്ചാൽ
ഒന്ന് ഈ വലിയ നോമ്പിന്റെ ആദ്യത്തെ ഞായറാഴ്ചയാണ്. നമ്മൾ തിങ്കളാഴ്ചയാണല്ലോ നോമ്പ് തുടങ്ങുന്നത്. അതെ അതെ, തിങ്കളാഴ്ച തുടങ്ങുന്നത്. രണ്ടാമത്തെ ദിവസം എന്ന് വെച്ചാൽ വലിയ നോമ്പിന്റെ അവസാനത്തെ ശനിയാഴ്ചയാണ്. അതായത് ലാസറിന്റെ ശനി എന്നറിയപ്പെടുന്ന ദിവസം. ഓക്കെ ഓക്കെ, വലിയ അന്നും നമുക്ക് നോമ്പ് ദിവസം. വലിയ ശനിയല്ല, അത് ഓശാന ഞായറിന്റെ തലേ ശനിയാണ് ലാസറിന്റെ ശനി എന്നറിയപ്പെടുന്നത്. ലാസറിന്റെ ശനിയോടുകൂടി 40 നോമ്പ് അവസാനിപ്പിച്ചിട്ട് നമ്മൾ പിന്നെ കർത്താവിന്റെ പീഠാനുഭവത്തെ കുറിച്ചുള്ള നോമ്പ് ബാക്കി ദിവസങ്ങളിൽ ആരംഭിക്കാം. അങ്ങനെയാണ് നമ്മുടെ പൗരസ്ത്യ സഭകളിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ പാശ്ചാത്യ സഭയിൽ ഇതേപോലെ തന്നെയാണ്. 40 ദിവസം 49 ദിവസങ്ങൾ. അതിൽ നിന്നും ഈ പീഠാനുപാഴ്ചയുടെ 7 ദിവസങ്ങൾ കുറയ്ക്കുന്നു. അപ്പോൾ 42 ദിവസങ്ങൾ. പിന്നെ 2 ദിവസങ്ങൾ മിച്ചമുണ്ട്. ആ 2 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നോമ്പ് ആരംഭത്തിലെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളാണ് അത് കുറയ്ക്കുന്നത്. അപ്പോൾ അവർക്ക് ബുധനാഴ്ചയാണ് നോമ്പ് ആരംഭിക്കുന്നത്. ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2 പൗരസ്ത്യ സഭകളിലും പാശ്ചാത്യ സഭയിലും വലിയ ആഴ്ച അല്ലെങ്കിൽ പീഠാനുഭവ ആഴ്ച, അത് പീഠാനുഭവത്തിന്റെ പ്രത്യേക നോമ്പ് ദിവസങ്ങളാണ്. മറ്റ് 2 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ പൗരസ്ത്യ സഭയിൽ ആദ്യത്തെ ഞായറാഴ്ചയും അവസാനത്തെ ശനിയാഴ്ച ലാസറിന്റെ ശനിയും. അവസാന ശനിയാഴ്ച പീഠാനുഭവ ആഴ്ചയ്ക്ക് മുമ്പുള്ള ശനിയാഴ്ച. എന്നാൽ പാശ്ചാത്യ സഭയിൽ ആ 2 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നോമ്പ് ആരംഭത്തിലെ നമ്മുടെ തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ. അതുകൊണ്ട് അവർ നോമ്പ് ആരംഭിക്കുന്ന ബുധനാഴ്ചയാണ്. അതുകൊണ്ടാണ് പാശ്ചാത്യ സഭയിൽ ലത്തീൻ സഭയിൽ കുരിശു വര തിരുനാൾ വിഭൂതി ബുധനാഴ്ചയും അതേസമയം പൗരസ്ത്യ സഭകളിൽ നോമ്പ് ആരംഭം തിങ്കളാഴ്ച നടത്തുന്നത്. അതാണ് ഒരു. ഈ സൺഡേസ് കൂട്ടിയില്ലെങ്കിൽ നമ്മൾ അന്ന് നോമ്പ് എടുക്കുന്നുണ്ടോ? ഇനി മറ്റൊരു രീതിയും കൂടെ ഉണ്ട് ഈ നോമ്പിന്റെ ദിവസങ്ങളെ പരിഗണിക്കുന്നതിന്. അത് 4-ാം നൂറ്റാണ്ടിൽ ബേസിൽ ദ ഗ്രേറ്റ്, കപ്പദോജിയയിലെ ബേസിൽ ദ ഗ്രേറ്റ്, അദ്ദേഹത്തെ വേറൊരു രീതിയിലാണ് ഈ കാൽക്കുലേഷൻ നടത്തുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് 7 ആഴ്ചകളാണുള്ളത് വലിയ നോമ്പിന്. ആ വലിയ 7 ആഴ്ചകൾ കൂട്ടുമ്പോൾ 7 49 ദിവസങ്ങൾ. അതിൽ ഞായറാഴ്ചകളിൽ നോമ്പ് ആചരണമില്ല. 7 ഞായറാഴ്ചകളില്ല. അപ്പോൾ 42 ദിവസങ്ങളായി. പിന്നീട് അദ്ദേഹം പറയുന്ന പീഠാനുഭവ വെള്ളിയാഴ്ചയും പീഠാനുഭവ ശനിയാഴ്ചയും നോമ്പല്ല, അത് കർക്കശമായ ഉപവാസ ദിവസങ്ങളാണ്. അതുകൊണ്ട് അത് വലിയ നോമ്പിന്റെ ദിവസങ്ങളായിട്ട് കണക്ക് കൂട്ടുന്നില്ല. അതുകൊണ്ട് അത് ഉപവാസ ദിവസങ്ങളാണ്. അതുകൊണ്ട് അന്നും അത് നോമ്പിന്റെ ദിവസങ്ങളായിട്ട് കണക്ക് കൂട്ടത്തില്ല. അപ്പൊ ആ 42 എന്ന് കുറച്ചാൽ 40 ദിവസം. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ 7 ഞായറാഴ്ചകളും നോമ്പില്ലാത്ത ദിവസങ്ങളാണ്. പിന്നെ പീഠാനുഭവ വെള്ളിയും പീഠാനുഭവ ശനിയും അത് പ്രത്യേകമായി പൂർണ്ണമായി ഉപവാസ ദിവസങ്ങളാണ്. അതുകൊണ്ട് 49 നിന്നും 9 കുറച്ചാൽ 40 ദിവസങ്ങൾ എന്ന രീതിയിലാണ് അതിന്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. ഈ നോമ്പെന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മളെ പൗരസ്ത്യരെ സംബന്ധിച്ചിടത്തോളം നോമ്പെന്ന് പറഞ്ഞാൽ ഉപവാസ ദിവസങ്ങളാണ്. അല്ല, ഭക്ഷണ സാധനങ്ങൾ ചില വർജിക്കാൻ മാത്രം ഉപവാസ, ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഞായറാഴ്ച ഈ ഉപവാസമില്ല, പക്ഷെ നോമ്പുണ്ട് ഞായറാഴ്ചകളിൽ. നോമ്പെന്ന് പറഞ്ഞാൽ ഈ ചില ഭക്ഷണ സാധനങ്ങൾ വർജിക്കുന്നു. കാരണം ഞായറാഴ്ച വിശുദ്ധ കുർബാന അർപ്പണ ദിവസങ്ങളാണ്. എല്ലാവരും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുള്ളത് കൊണ്ട് അത് അന്ന് ഉപവാസം അനുഷ്ഠിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിന് അദ്ദേഹം പറയുന്ന ബൈബിൾ വാക്യം, മണവാളൻ കൂടെ ഉള്ളപ്പോൾ മണവറ തോഴർക്ക് ഉപവസിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പൊ മണവാളനായ ഈശോ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ നമ്മുടെ കൂടെയുള്ള ദിവസമായ ഞായറാഴ്ച നമ്മൾ ഉപവാസം പാടില്ല, നോമ്പെടുക്കാം എന്നും പിതാക്കന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് പൗരസ്ത്യ സഭകളിലും പാശ്ചാത്യ സഭയിലെ ലത്തീൻ സഭയിലും ഈ നോമ്പിന്റെ ദിവസങ്ങൾ ക്രമീകരിക്കുന്നത്. അതിനനുസരിച്ചാണ് ഈ നോമ്പ് ആരംഭത്തിലെ വ്യത്യസ്ത ദിവസങ്ങൾ വന്നത്. മനസ്സിലായോ? ഓക്കെ, താങ്ക് യു. അച്ഛന്റെ വിലയേറിയ വാക്കുകൾക്ക് നന്ദി. നോമ്പിനെ കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരമായി എന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തുതി.